ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രേഡിംഗ് കോഴ്സ് ഉണ്ടല്ലോ, ഫ്രീ ട്രേഡിംഗ് കോഴ്സിന്റെ എട്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. സോ എട്ടാമത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽസിന്റെ ടൈപ്സ് ആണ്. ഓക്കെ, പലതരം ക്യാൻഡിൽസ് ഉണ്ട്. അതിൽ കുറച്ച് ടൈപ്സ് ആണ് അതായത് കുറച്ച് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ഉണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോണത്. സോ നമ്മളെ ഫ്രീ ട്രേഡിംഗ് കോഴ്സിന്റെ എട്ടാമത്തെ സെക്ഷനാണ്, എട്ടാമത്തെ ക്ലാസ് ആണ്. സോ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മളെ ട്രേഡിംഗ് കോഴ്സ് ഇവിടെ കണ്ടിന്യൂ ആവുന്നതാണ്. സോ ഇവിടെ മുതൽ നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നതാണ്. സോ ബേസിക് സെക്ഷനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അഡ്വാൻസ് ലെവൽ എത്തുന്നവരെ ബേസിക് സെക്ഷൻ ആയിരിക്കും. ബേസിക് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് തന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഇമേജ് കാണാം ഇല്ലേ? സോ ഈ ഇമേജിലുള്ള പല ക്യാൻഡിൽസും നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുണ്ടാവും, കുറേ പേർക്ക് അറിയില്ല. ഓക്കെ, സോ ഇതിൽ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല ക്യാൻഡിൽസും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ബിയർലിഷ് എൻഗുൾഫിംഗ് ആണ്. അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിലും അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ആ ഓപ്പൺ പ്രൈസ് ഉണ്ടല്ലോ, ബിയറിഷിൻ്റെ ഓപ്പൺ പ്രൈസ് ക്രോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ബേർലിഷ് ക്യാൻഡിലിനെയാണ് എന്ത് പറയുന്നത്, ആ രണ്ട് ക്യാൻഡിൽസിനാണ് എന്ത് പറയുന്നത്, ബേർലിഷ് എൻഗുൾഫിംഗ് എന്നുള്ളത്. ഇത് സെൽ സൈഡ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ വരുത്തുന്ന ഒരു ക്യാൻഡിലാണ്. ഓക്കെ, ഇങ്ങനത്തെ ക്യാൻഡിൽസ് നിങ്ങൾ പല ടൈപ്പിലും കണ്ടിട്ടുണ്ടാവും. സോ എന്നിട്ട് കുറച്ച് സെൽ ഇറങ്ങി പോണതും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റത്തെ ക്യാൻഡിൽ, ബേർലിഷ് എൻഗുൾഫിംഗ്. സോ അടുത്ത ക്യാൻഡിലാണ് ഈവനിങ് സ്റ്റാർ. ഓക്കെ, ഒരു ബേർലിഷ് ക്യാൻഡിൽ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ, എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബേർലിഷ് ക്യാൻഡിൽ അടിയിക്ക്. ഓക്കെ, ഇതിനെയാണ് ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇതും സെൽ സൈഡിലേക്ക് കൂടുതൽ എന്താ പറയുക, സെൽ സൈഡിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉള്ള ഒരു പാറ്റേൺ ആണ്. ഓക്കെ, ക്യാൻഡിൽ പാറ്റേൺ ആണ്. അതേപോലെ തന്നെ മൂന്നാമത്തത് ട്യൂസർ 2PS. ഓക്കെ, ടോപ്സ് എന്ന് പറയും, ട്യൂസർ ടോപ്സ് എന്ന് പറയും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് രണ്ട് ക്യാൻഡിൽ ഉണ്ട്. ആ രണ്ട് ക്യാൻഡിൽ, ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ബേർലിഷ് ആണ്, ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ആണ്. ഓക്കെ, ബുള്ളിഷും ബേർലിഷും ആണ് വരുന്നത്. സോ ഒരു ക്യാൻഡിലിന്റെ, ഈ രണ്ട് ക്യാൻഡിലിന്റെയും മോൾ ഭാഗം എന്തായിരിക്കും, വിക്കാണ്. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇത് സെൽ സൈഡിലേക്ക് ഓപ്പോർച്യൂണിറ്റി കൂടുതലാണ്. സോ ഇത് നമ്മൾ പല സൈഡിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനത്തെ കുറേ ക്യാൻഡിൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓർഡർ ബ്ലോക്കിലോ FEGയിലോ ഇങ്ങനത്തെ ക്യാൻഡിൽസ് വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടുന്ന് ഒരു റിജക്ഷൻ സംഭവിക്കും. ഈ റിജക്ഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ മേൽഭാഗം വിക്കായിട്ട് കിടക്കും. ഓക്കെ, സോ ഈ ക്യാൻഡിൽസ് നമ്മൾ പല സൈഡിലും കണ്ടിട്ടുണ്ട്. അടുത്തതാണ് മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേർലിഷ് ക്യാൻഡിൽ ഉണ്ട്. ഓക്കെ, ബേർലിഷ് ക്യാൻഡിൽ ഉണ്ടാവും, എന്നിട്ട് ഒരു ഇൻഡിസിഷൻ ആയിട്ട് ഒരു എന്താണ് ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാവും. ഇൻഡിസിഷൻ ആയിട്ട് ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ടാവും, ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിൽ, ബുള്ളിഷ് ബോഡി ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ബൈ സൈഡിലേക്കാണ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ. ഓക്കെ, ഇങ്ങനത്തെ ക്യാൻഡിൽ വരുമ്പോൾ ബൈ സൈഡിലേക്കാണ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ. സോ അടുത്തതാണ് ഷൂട്ടിംഗ് സ്റ്റാർ. ഈ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ക്യാൻഡിൽ നിങ്ങൾ പല സൈഡിലും കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു ക്യാൻഡിൽ ഇങ്ങനെ മേളിലോട്ട് അപ്പ് സൈഡ് പോകുന്ന ടൈമിൽ, സോ നിങ്ങൾ ഇങ്ങനത്തെ ക്യാൻഡിൽ എവിടെ അറിയാം കാണുക, നിങ്ങൾ കൂടുതലും നമ്മളെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിജക്ഷൻ സംഭവിച്ചിട്ട്, ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അപ്പ് സൈഡ് പോകുന്ന ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യും, ഈ ട്രേഡ് അതായത് ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും ഇത്. സോ ഇത് പെട്ടെന്ന് ബേർലിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യും. സോ ഇങ്ങനത്തെ ക്യാൻഡിൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, മോർണിംഗ് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയാം. ഓക്കെ, ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയാം. അടുത്തതാണ് ഹാമർ. ഓക്കെ, ഹാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അപ്സൈഡിക്കുള്ളതാണ് കേട്ടോ. അപ്സൈഡിൽ നമ്മളിപ്പോൾ നമ്മളെ ട്രെൻഡ് അപ്സൈഡിക്കാണ്. ഓക്കെ, മാർക്കറ്റ് അപ്സൈഡ് പോവാണ്. സോ മാർക്കറ്റ് ഒന്ന് റിട്ടേൺ ഇറങ്ങി വന്നിട്ട് അടിയിലുള്ള ഓർഡർ ബ്ലോക്കിലോ FEGയിലോ വന്ന് തട്ടിയിട്ട്, അതായത് അത്രയും നേരം ആ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്യും, ബേർലിഷ് ക്യാൻഡിലായിരിക്കും, സെൽ സൈഡ് ക്യാൻഡിലായിരിക്കും. പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ഒരു ഓർഡർ ബ്ലോക്കിൽ തട്ടിയിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ക്യാൻഡിൽ മൊത്തത്തിൽ ഒരു വിക്കായി മാറിയിട്ട് കുറച്ചാണ് മുകളിലോട്ട് ബുള്ളിഷ് പച്ച ക്യാൻഡിലായിട്ട് മാറും. ഓക്കെ, ബുള്ളിഷ് സൈഡായിട്ട് നിൽക്കും. അതിനാണ് നമ്മൾ ഹാമർ വിളിക്കുക. ഇങ്ങനത്തെ ക്യാൻഡിൽ വരുമ്പോൾ എന്ത് ചെയ്യും, ബൈ സൈഡാണ് കൂടുതൽ, മുകളിലോട്ട് പോകാനാണ് സാധ്യത. ഓക്കെ,
അടുത്തതെന്ന് പറയുന്നത് ട്യൂസർ ബോട്ടംസ്. ഓക്കെ, ട്യൂസർ ബോട്ടംസ് ആണ്. സോ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ട്യൂസർ ടോപ്സ് പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ക്യാൻഡിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയത്തെ അപ്സൈഡിലേക്കാണ് കേട്ടോ ഇത് ഉണ്ടാവുക. ഇത് അടിയത്തെ എഫിജിയോ ഓർഡർ ബ്ലോക്കോ വന്ന് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ മാർക്കറ്റിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അടിയിലേക്ക് 2 വിക്കായിട്ട്. ഓക്കെ, അതായത് കണ്ടിന്യൂസ് റിജക്ഷൻ കിട്ടിയിട്ടുള്ള വിക്കായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഉണ്ടാവും. സോ ഇത് അപ്സൈഡ് പോകാനാണ് കൂടുതൽ സാധ്യത. ഓക്കെ, അടുത്തത് ഹാങ്ങിങ് മാൻ. ഹാങ്ങിങ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ, സെൽ സൈഡിലേക്കാണ് കൂടുതൽ പോകാൻ സാധ്യത. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിജക്ഷൻ കിട്ടിയ ക്യാൻഡിലാണ്. ഓക്കെ, റിജക്ഷൻ കിട്ടിയ ക്യാൻഡിലാണ്, ബട്ട് എന്താണ്, ഇത് സെൽ സൈഡിലേക്ക് തന്നെയാണ് കൂടുതൽ പോകാൻ സാധ്യത. ഓക്കെ, സെൽ സൈഡിലേക്കാണ് ഇത് കൂടുതൽ പോകാൻ സാധ്യത. ഇതൊരു ഹാങ്ങിങ് മാൻ എന്ന് പറയുന്ന ക്യാൻഡിലാണ്. ഓക്കെ, അടുത്തത് ബുള്ളിഷ് എൻഗൾഫിങ്. നമ്മളിവിടെ ബേർലിഷ് എൻഗൾഫിങ് ഫസ്റ്റ് പഠിച്ചു. അടുത്തത് ബുള്ളിഷ് എൻഗൾഫിങ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ബേർലിഷ് ക്യാൻഡിലെ ഫസ്റ്റ് ഫോം ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യും, വലിയ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത്, ബുള്ളിഷ് എൻഗോൾഫിങ്. ഓക്കെ, ഇങ്ങനത്തെ കുറേ ക്യാൻഡിൽസ് ഉണ്ട് നമ്മളെ സെക്ഷനിൽ. ഓക്കെ, സോ നമുക്ക് ചെറിയ ചെറിയ ക്യാൻഡിൽസ് നോക്കിയാലോ. സോ നമുക്ക് ഡയറക്റ്റ് പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റും, ബുള്ളിഷ് ക്യാൻഡിലൊക്കെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സാധനം കാണിച്ചു തരാം. സോ ഇവിടെ നോക്കിക്കോ, ഈ ഒരു ക്യാൻഡിൽ ഏതാണെന്ന് മനസ്സിലായോ? ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്കിവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, അവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. സോ ഈ പിക്ചർ നോക്കിക്കോ. ഈ പിക്ചറിൽ ഏത് ക്യാൻഡിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിലാണ്, ഹാമർ. ഓക്കെ, ഹാമർ നോക്കിക്കോട്ടാ. സോ ഈ ഒരു ക്യാൻഡിൽ അത്രയും നേരം അത് ബുള്ളിഷായിരുന്നു. സോ സഡൻലി വന്നിട്ട് എന്ത് ചെയ്തു, ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്തു, മാർക്കറ്റ് എന്തായി, സഡൻ റഷായി. സോ ഇതെന്തൊരാണ്, ഇതൊരു ഹാമർ ക്യാൻഡിലാണ്. ഓക്കെ, ഹാമർ ക്യാൻഡിലാണ് ഇത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചോ. സോ ഇതിനെന്ത് പറയും, ബുള്ളിഷ്, ബെള്ളിഷ്, ഏത് എൻഗൾഫിംഗ് ആണ്, ഇവിടെ നോക്കിക്കോ. ഈ ഒരു എൻഗൾഫിംഗ് അല്ലേ, ഈ ക്യാൻഡിലിൻ്റെ അടിയിൽ പോകുന്നില്ലേ ഇത്. സോ ഇത് ബേർലിഷ് എൻഗോൾഫിംഗ് ആണ്. ഓക്കെ, ബേർലിഷ് എൻഗോൾഫിംഗ് ആണ് ഈ ഒരു ക്യാൻഡിൽ. സോ അടിയിലോട്ട് വന്നു, മാർക്കറ്റ് എത്രത്തോളം അടിയിലോട്ട് വന്നു കണ്ടില്ലേ, ബേർലിഷ് എൻഗോൾഫിംഗ് ആണിത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തത് ഇതാ. സോ നമ്മൾ അടുത്ത പേജ് എടുക്കാം കേട്ടോ. അടുത്ത പേജിൽ നമ്മൾ ഇതാ ഈ സംഭവം കണ്ട. സോ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ മേലെ പോകുന്നില്ല ഈ ക്യാൻഡിൽ, ബട്ട് എന്താണ്, ഇവിടെ ഡബിൾ വിക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ ഒരു ക്യാൻഡിൽ പോലെ ഡബിൾ വിക്ക് ഉണ്ടാവുന്നുണ്ട്. ട്യൂസർ ബോട്ടംസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സോ ഞാൻ ഈ ഒരു സാധനം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ട്യൂസർ ബോട്ടംസ് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ മാർക്കറ്റ് അപ്സൈഡ് പോയോ. സോ ഇങ്ങനത്തെ ക്യാൻഡിൽസ് പല ഇതിൽ നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ട്യൂസർ ബോട്ടംസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതേപോലെ തന്നെ ഇനി നമ്മൾ അടുത്തതായിട്ട് ബൈ എൻഗുൾഫിങ് നോക്കാം. ബൈ എൻഗുൾഫിങ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നോക്കിയാൽ കാണാൻ പറ്റും, ബൈ എൻഗുൾഫിങ്. സോ ബൈ എൻഗുൾഫിങ് നമുക്ക് ഇതാ ഇവിടെ വേണമെങ്കിൽ ഒരു ബൈ എൻഗുൾഫിങ്. സോ മാർക്കറ്റ് എല്ലാ രീതിയിലും എന്താണ് കറക്റ്റ് അതേപോലെ തന്നെ വരണമെന്നൊന്നുമില്ല കേട്ടോ. സോ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് മാർക്കറ്റ് എൻഗുൾഫിങ്, അതായത് ബുള്ളിഷ് എൻഗുൾഫിങ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ഈ ഒരു സെക്ഷനെ ഓക്കെ ബുള്ളിഷ് എൻഗുൾഫിങ് ആണ് ഇത്. സോ ഈ ഒരു സെക്ഷനെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ വിളിക്കാം. അതേപോലെ തന്നെ ഇനി അടുത്തത് ഈവനിങ് സ്റ്റാർ ആണ്. ഓക്കെ, ഈവനിങ് സ്റ്റാർ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ, നിങ്ങൾ? സോ ഇത് പല സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനത്തെ ക്യാൻഡിൽസ്. ഓക്കെ, പല സമയത്ത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ട് അങ്ങനത്തെ ക്യാൻഡിൽസ് ഒന്നും കാണാനില്ല. ഈവനിങ് സ്റ്റാർ, സോ നമ്മളങ്ങനെ നോക്കിയിട്ട് അങ്ങനത്തെ സ്റ്റാർ ഒന്നും കാണാനില്ല. സോ അടുത്തത് നമുക്ക് നോക്കാം. സോ മോർണിംഗ് സ്റ്റാറും കാണാൻ പറ്റില്ല. ഓക്കെ, അതും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഷൂട്ടിംഗ് സ്റ്റാർ നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇതാ ഷൂട്ടിംഗ് സ്റ്റാർ. അയ്യോ, ഇടത്തൊക്കെ ടൂള് മാറിപ്പോയി. ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ പറ്റുന്നില്ലേ? മാർക്കറ്റ് എന്ത് ചെയ്യും, മേളിലോട്ട് കയറി ഷൂട്ടിംഗ് സ്റ്റാറായി. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇറങ്ങി. എഫ് ഇ ജിയിൽ ടച്ച് ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്ത് കയറിപ്പോയത്.
സോ കറക്റ്റ് അതേപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടില്ലേ. ഇനി ഹാമർ കാണിച്ചിട്ടുണ്ടോ? ഹാമറാണ് ഇപ്പോൾ നേരത്തെ ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നത്. ഹാമർ ക്യാൻഡിൽ, ഇതൊരു ഹാമർ ക്യാൻഡിലാണ്. ഓക്കെ, ഇവിടെ കാണിച്ചു തന്നത് ഹാമർ ക്യാൻഡിലാണ്. ഓക്കെ, സോ നമുക്ക് ഹാങ്ങിങ് മാൻ. ഈ ഹാങ്ങിങ് മാൻ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഏത് സൈഡിലാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാനിവിടെ സെക്ഷൻസ് തിരിച്ചുതരാം. ഓക്കെ, സോ ഈ സെക്ഷനിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 എന്ന് കമൻ്റ് ഇടുക. ഓക്കെ, ഈ സെക്ഷനിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 എന്ന് കമൻ്റ് ഇടുക. ഈ സെക്ഷനിലാണ് കാണുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 3 എന്ന് കമൻ്റ് ഇടുക. ഓക്കെ, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. ഓക്കെ, ഇതിൽ ഏതെങ്കിലും സെക്ഷനിൽ നിങ്ങൾ ഹാങ്ങിങ് മാൻ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഓക്കെ, നിങ്ങൾ ഇനി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻ്റ് ഇടുക. ഓക്കെ, സോ ഞാനിവിടെ ഹാങ്ങിങ് മാൻ കാണുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാനും കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ ഞാനിവിടെ കാണുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ ഗൈസ്, നമ്മളെ എന്താണ് ഫ്രീ ട്രേഡിംഗ് കോഴ്സിൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. സോ ഇതിൽ ഞാൻ കുറേ ഓക്കെ എന്ന് പറയുന്നുണ്ടാവും. സോ അത് മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് എന്താണ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോയ്ക്ക് നമുക്കൊരു ലൈക്ക് വേണം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തരണം. ഓക്കെ, സോ അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇവിടെ നിർത്തും. അതിൻ്റെ പി ആണ്. സോ നാളെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.